ഹായ്, വെൽക്കം ടു HMguidance. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 4 ജനറൽ പ്രൊവിഷൻസ് ആസ് ടു ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ആണ്. സോ ചാപ്റ്റർ 4ൻ്റെ ഒരു ബ്രീഫ് സമ്മറി നോക്കാം. 19 മുതൽ 24 വരെയുള്ള സെക്ഷൻസ് ആണ് ഇതിലുള്ളത്. 19ാമത്തെ സെക്ഷൻ യൂസ് ഓഫ് ഫുഡ് അഡിറ്റീവ് ഓർ പ്രോസസ്സിംഗ് എയ്ഡ്. 20 contaminants, naturally occurring toxic substances, heavy metals, etc. 21 pesticides, veterinary drug residues, antibiotic residues and microbiological counts. 22 genetically modified foods, organic foods, functional foods, proprietary foods, etc. 23 packaging and labeling of foods. 24ാമത്തെ സെക്ഷൻ റെസ്ട്രിക്ഷൻസ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആൻഡ് പ്രൊഹിബിഷൻ ആസ് ടു അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. സെക്ഷൻ 19 യൂസ് ഓഫ് ഫുഡ് അഡിറ്റീവ് ഓർ പ്രോസസ്സിംഗ് എയ്ഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആക്ടിന്റെ പ്രൊവിഷൻസ് അനുസരിച്ചായിരിക്കണം ഇവ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് റെഗുലേഷൻസ്. എക്സ്പ്ലനേഷൻ പോർഷനിൽ പ്രോസസ്സിംഗ് എയ്ഡ് എന്താണെന്ന് പറയുന്നു. ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ്. അതിൽ എന്തൊക്കെ വരുന്നില്ല? അപ്പാരറ്റസ് ആൻഡ് അറ്റൻസിൽസ്, അതുപോലെ തന്നെ ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുന്നില്ല. ബട്ട് യൂസ്ഡ് ഇൻ ദ പ്രോസസ്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്, ഫുഡ്സ് ഓർ ഇറ്റ്സ് ഇൻഗ്രീഡിയൻസ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഫുൾഫിൽ സർട്ടൺ ടെക്നോളജിക്കൽ പേർപ്പസ്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഫൈനൽ പ്രൊഡക്റ്റിൽ നോൺ ഇൻറ്റൻഷണൽ ബട്ട് അൺഅവോയ്ഡബിൾ പ്രസൻസ് ഓഫ് റെസിഡ്യൂസ് ഓർ ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കും. സെക്ഷൻ 20 പറയുന്നത് കണ്ടാമിനൻസ് അല്ലെങ്കിൽ നാച്ചുറലി ഒക്കറിങ് ടോക്സിക് സബ്സ്റ്റൻസസ് ഓർ ടോക്സിൻസ് ഓർ ഹോർമോൺ ഓർ ഹെവി മെറ്റൽസ് ഇവയൊന്നും റെഗുലേഷൻസിൽ സ്പെസിഫൈ ചെയ്തതിനേക്കാളും കൂടുതൽ എമൗണ്ടിൽ, എക്സസ് എമൗണ്ടിൽ ഫുഡ് ആർട്ടിക്കിളിൽ ഉണ്ടാവാൻ പാടില്ല. സെക്ഷൻ 21 പെസ്റ്റിസൈഡ്സ്, വെറ്റിനറി ഡ്രഗ് റെസിഡ്യൂസ്, ആന്റിബയോട്ടിക് റെസിഡ്യൂസ് ആൻഡ് മൈക്രോബയോളജിക്കൽ കൗണ്ട്സിനെ കുറിച്ച് പറയുന്നു. റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ടോളറൻസ് ലിമിറ്റിൽ കൂടുതലായിട്ട്, അതായത് എക്സസ് ഓഫ് ടോളറൻസ് ലിമിറ്റ്, അപ്പോൾ ഈ ലിമിറ്റിൽ കൂടുതലായിട്ട് മേൽപ്പറഞ്ഞ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇൻസെക്ടിസൈഡ് ആക്ട് 1968 പ്രകാരം രജിസ്ട്രേഷൻ ആൻഡ് അപ്രൂവൽ കിട്ടിയിട്ടുള്ള ഫ്യൂമിഗൻസ് അല്ലാതെ മറ്റൊരു ഇൻസെക്ടിസൈഡ്സും ഫുഡ് ആർട്ടിക്കിളിൽ ഡയറക്റ്റ്ലി ഉപയോഗിക്കാൻ പാടില്ല. എക്സ്പ്ലനേഷൻ പോർഷനിൽ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്: പെസ്റ്റിസൈഡ് റെസിഡ്യൂ ആൻഡ് റെസിഡ്യൂസ് ഓഫ് വെറ്റിനറി ഡ്രഗ്സ്. പെസ്റ്റിസൈഡ് റെസിഡ്യൂ എന്നാൽ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്നതിന് ഫലമായിട്ട് ഫുഡ് ആർട്ടിക്കിളിൽ ഉണ്ടാകുന്ന ഡെറിവേറ്റീവ്സ് ഓഫ് പെസ്റ്റിസൈഡ്സ് ആണ് ഓഫ് ടോക്സിക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ്. ഈ പറഞ്ഞ ഡെറിവേറ്റീവ്സ് എന്തൊക്കെയാവാം? കൺവേർഷൻ പ്രൊഡക്ട്സ്, മെറ്റബോളൈറ്റ്സ്, റിയാക്ഷൻ പ്രൊഡക്ട്സ് ആൻഡ് ഇംപ്യൂരിറ്റീസ്. അതുപോലെ തന്നെ റെസിഡ്യൂസ് കമ്മിങ് ഇൻ ടു ഫുഡ് ഫ്രം എൻവിറോൺമെന്റും പെസ്റ്റിസൈഡ് റെസിഡ്യൂവിൽ പെടുന്നു. നെക്സ്റ്റ്, റെസിഡ്യൂസ് ഓഫ് വെറ്റിനറി ഡ്രഗ്സ്. ഒരു അനിമൽ പ്രോഡക്റ്റിന്റെ എഡിബിൾ പോർഷനിൽ ഉണ്ടാകുന്ന പാരന്റ് കോമ്പൗണ്ട് ഓർ ദെയർ മെറ്റബോളൈറ്റ്സ് ഓർ ബോത്ത് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആൻഡ് ഇൻക്ലൂഡ് റെസിഡ്യൂസ് ഓഫ് അസോസിയേറ്റഡ് ഇംപ്യൂരിറ്റീസ് ഓഫ് ദ വെറ്റിനറി ഡ്രഗ്സ് കൺസേൺഡ്. ഇതൊക്കെയാണ് റെസിഡ്യൂസ് ഓഫ് വെറ്റിനറി ഡ്രഗ്സ്. സെക്ഷൻ 22 ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ്, ഓർഗാനിക് ഫുഡ്സ്, ഫങ്ഷണൽ ഫുഡ്സ്, പ്രൊപ്രൈറ്ററി ഫുഡ്സ് എന്നിവ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന നോവൽ ഫുഡ്, അതുപോലെ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്, ഇറേഡിയേറ്റഡ് ഫുഡ്, ഓർഗാനിക് ഫുഡ്, സ്പെഷ്യൽ ഡയറ്ററി യൂസസിനുള്ള ഫുഡ്സ്, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, പ്രൊപ്രൈറ്ററി ഫുഡ്സ് ഇവയൊന്നും മാനുഫാക്ചർ ചെയ്യാനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ വിൽപ്പന ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ ഒരാൾക്കും കഴിയില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എക്സ്പ്ലനേഷനിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫുഡ്സ് ഫോർ സ്പെഷ്യൽ ഡയറ്ററി യൂസസ് ഓർ ഫങ്ഷണൽ ഫുഡ്സ് ഓർ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഓർ ഹെൽത്ത് സപ്ലിമെന്റ്സിനെ കുറിച്ചാണ്. അതിലൊരു പെർട്ടിക്കുലർ ഫിസിക്കൽ ഓർ ഫിസിയോളജിക്കൽ കണ്ടീഷന്റെ ഫലമായിട്ടോ സ്പെസിഫിക് ഡിസീസസ് ഓർ ഡിസോർഡേഴ്സിന്റെ ഫലമായിട്ടോ ഡയറ്ററി റിക്വയർമെന്റ്സ് ഉണ്ടാവുമല്ലോ. അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഫുഡ്സാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. അത് സാധാരണ ഫുഡ്സിൽ നിന്നും കോമ്പോസിഷനിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുപോലെ താഴെ പറയുന്ന ഇൻഗ്രീഡിയൻസിൽ ഒന്നോ അതിലധികമോ ഇവയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. പ്ലാന്റ്സ് ഓർ ബൊട്ടാനിക്കൽസ് ഓർ ദെയർ പാർട്സ്, അത് ഏത് ഫോമിലും. അതുപോലെ തന്നെ മിനറൽസ് ഓർ വൈറ്റമിൻസ് ഓർ പ്രോട്ടീൻസ്, അല്ലെങ്കിൽ മെറ്റൽസ് ഓർ ദെയർ കോമ്പൗണ്ട്സ് ഓർ അമിനോ ആസിഡ്സ് ഓർ എൻസൈംസ്.
അതുപോലെ സബ്സ്റ്റൻസസ് ഫ്രം അനിമൽ ഒറിജിൻ, പിന്നെ ഡയറ്ററി സബ്സ്റ്റൻസസ് ഫോർ ഹ്യൂമൻ ബീയിങ്സ്. എന്തിനു വേണ്ടിയിട്ട്? ടു സപ്ലിമെന്റ് ദ ഡയറ്റ് ബൈ ഇൻക്രീസിങ് ദ ടോട്ടൽ ഡയറ്ററി ഇൻടേക്ക്. ബി പോർഷനിൽ ഫസ്റ്റ് പറയുന്നത് എ പ്രൊഡക്റ്റ് ദാറ്റ് ഇസ് ലേബിൾഡ് ആസ് എങ്ങനെയൊക്കെ? ഫുഡ് ഫോർ സ്പെഷ്യൽ ഡയറ്ററി യൂസസ്, ഫങ്ഷണൽ ഫുഡ്സ്, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഹെൽത്ത് സപ്ലിമെന്റ്സ് എക്സെട്ര. ഇത് കൺവെൻഷണൽ ഫുഡ് ആയിരിക്കില്ല. അതുപോലെ എന്തൊക്കെ ഫോംസിൽ കൊടുക്കാൻ പറ്റും? പൗഡേഴ്സ്, ഗ്രാനുൾസ്, ടാബ്ലറ്റ്സ്, ക്യാപ്സ്യൂൾസ്, ജെല്ലി തുടങ്ങിയ രീതികളിൽ കൊടുക്കാൻ പറ്റും. ബട്ട് പാരൻട്രൽ ആയിട്ട് കൊടുക്കാൻ പാടില്ല. പാരൻട്രൽ എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ അബ്സോർപ്ഷൻ വരാത്ത രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷൻസ് ആണ്. അതായത് IV, ഇൻട്രാമസ്കുലർ, IM, സബ്ക്യൂട്ടേനിയസ് ഇങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് പാരൻട്രൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പാരൻട്രൽ ആയിട്ട് കൊടുക്കാൻ പാടില്ല, ഓറൽ ആയിട്ടാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. സെക്കൻഡ് എന്താ പറയുന്നത്? സച്ച് പ്രൊഡക്റ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എ ഡ്രഗ് ആസ് ഡിഫൈൻഡ് ഇൻ ക്ലോസ് B. ക്ലോസ് ബിയിൽ പറയുന്ന ഡ്രഗ്സ് വരില്ല. ആൻഡ് ആയുർവേദിക്, സിദ്ധ ആൻഡ് യുനാനി ഡ്രഗ്സ് ആസ് ഡിഫൈൻഡ് ഇൻ ക്ലോസസ് A and H of Section 3 of the Drugs and Cosmetics Act 1940, 23 of 1940 and rules made thereunder. Okay? തേർഡ് പോയിന്റിൽ പറയുന്നത് ഒരു സ്പെസിഫിക് ഡിസീസ്, ഡിസോർഡർ ഓർ കണ്ടീഷൻസിനെ ക്യൂർ ചെയ്യും എന്ന് ക്ലെയിം ചെയ്യുന്ന സബ്സ്റ്റൻസസ് ഇല്ലേ, അവകളൊന്നും ഇതിൽ വരുന്നില്ല. ഫോർത്ത് പോയിന്റിൽ പറയുന്നത് നാർക്കോട്ടിക് ഡ്രഗ് ഓർ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസും വരില്ല. എങ്ങനെയുള്ളവ? ഡിഫൈൻഡ് ഇൻ ദ ഷെഡ്യൂൾ ഓഫ് ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985, 61 of 1985. അതുപോലെ തന്നെ substances listed in schedules E and EI of the Drugs and Cosmetics Rules 1945. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഓർ മോഡിഫൈഡ് ഫുഡ്സിനെ കുറിച്ചാണ്. അതായത് ഫുഡ് ഇൻഗ്രീഡിയൻസോ എങ്ങനെയുള്ളത്? മോഡേൺ ബയോടെക്നോളജി വഴി ഉണ്ടാക്കിയെടുത്തത്. അതിൽ എന്തുണ്ടാവും? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർ എഞ്ചിനീയർഡ് ഓർഗാനിസംസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം but not containing genetically modified or engineered organisms obtained through modern biotechnology. അപ്പോൾ ഇതാണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഓർ മോഡിഫൈഡ് ഫുഡ്. ഓർഗാനിക് ഫുഡ് എന്ന് വെച്ചാൽ സ്പെസിഫൈഡ് ഓർഗാനിക് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്സ് വെച്ച് ഉണ്ടാക്കിയെടുക്കപ്പെട്ട ഫുഡ്സ് ആണ്. എന്നാൽ സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു വെച്ചിട്ടില്ലാത്ത ചില ഫുഡ് ആർട്ടിക്കിൾസ് ഉണ്ടാവും. ബട്ട് അവ അൺസേഫ് ആകില്ല. ഇങ്ങനെയുള്ള ഫുഡ് ആണ് പ്രൊപ്രേറ്ററി അല്ലെങ്കിൽ നോവൽ ഫുഡ് എന്ന് വിളിക്കപ്പെടുന്നത്. ആക്ടിനകത്ത് പ്രൊഹിബിറ്റ് ചെയ്ത ഫുഡ് ഓർ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നത് അറിഞ്ഞു വെക്കണം. സെക്ഷൻ 23 പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഫുഡ്സ് പറഞ്ഞിരിക്കുന്നത്. മാർക്കിംഗ് ഓർ ലേബലിംഗ് സ്പെസിഫൈഡ് റെഗുലേഷൻസിന് അനുസരിച്ചായിരിക്കണം. അല്ലാത്ത പക്ഷം ഒരാൾക്കും ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ, ഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഡെലിവർ ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ പറയുന്നത്? ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എപ്പോഴും എൻഷുർ ചെയ്യണം, അതായത് ഉറപ്പ് വരുത്തണം എന്തിനൊക്കെ കുറിച്ച്? ലേബലിംഗ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫുഡ് ഇൻക്ലൂഡിങ് ദർ ഷേപ്പ്, അപ്പിയറൻസ് ഓർ പാക്കേജിംഗ്, അതുപോലെ പാക്കേജിംഗ് മെറ്റീരിയൽസ്, ദെൻ മാനർ ഇൻ വിച്ച് ദേ ആർ അറേഞ്ച്ഡ്, സെറ്റിംഗ്സ് ഡിസ്പ്ലേഡ്. അതുപോലെ ഈ മീഡിയയിലൊക്കെ വരുന്ന ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൺസ്യൂമേഴ്സിനെ മിസ്ലീഡ് ചെയ്യാത്ത തരത്തിലുള്ളതാണ് എന്നും നമ്മുടെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഉറപ്പുവരുത്തണം. Section 24 Restrictions of Advertisement and Prohibition as to Unfair Trade Practices. അതായത് മിസ്ലീഡിങ്ങോ ഡിസീവിങ് എന്ന് പറഞ്ഞാൽ ചതിക്കുന്നൊക്കെ രീതിയിലുള്ളത്, ഓർ കോൺട്രവീൻസ് മീൻസ് ബ്രേക്കിംഗ്, കോൺട്രവീൻസ് ദിസ് പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, ആക്ടിലെ പ്രൊവിഷൻസിനെ കോൺട്രവീൻ ചെയ്യുന്ന തരത്തിലോ ഒക്കെയുള്ള പരസ്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരാളും അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് വഴി സെയിൽ, സപ്ലൈ, യൂസ്, കൺസെപ്ഷൻ ഓഫ് ഫുഡ് ആർട്ടിക്കിൾസിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അതുപോലെ അഡോപ്റ്റ് എനി അൺഫെയർ ഓർ ഡിസെപ്റ്റീവ് പ്രാക്ടീസ് അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല. അൺഫെയർ ഓർ ഡിസെപ്റ്റീവ് പ്രാക്ടീസസ് ഇൻക്ലൂഡിംഗ് ദ പ്രാക്ടീസ് ഓഫ് മേക്കിംഗ് എനി സ്റ്റേറ്റ്മെന്റ് വെദർ ഓറലി ഓർ ഇൻ റൈറ്റിംഗ് ഓർ ഇൻ വിസിബിൾ റെപ്രസെൻറ്റേഷൻ വിച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൾസ്ലി
റെപ്രസെൻ്റ് ചെയ്യുക, തെറ്റായിട്ടുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുക, ഇന്ന ക്വാളിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നീഡ് ഓർ യൂസ്ഫുൾനെസ്സിനെ കൺസേൺ ചെയ്തിട്ട് മിസ്ലീഡിങ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുക. ദെൻ അഡിക്വേറ്റ് ഓർ സയൻറ്റിഫിക് ജസ്റ്റിഫിക്കേഷൻ ഇല്ലാതെ ഫലപ്രാപ്തിയെക്കുറിച്ച്, അതായത് എഫിക്കസിയെക്കുറിച്ച് പബ്ലിക്കിന് ഗ്യാരണ്ടി നൽകുക. ഇതൊക്കെയാണ് സെക്ഷൻ 24 പറഞ്ഞിട്ടുള്ളത്. ഇനി കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആവാം. ഒന്നാമത്തെ ചോദ്യം, നോ ഇൻസെക്ടിസൈഡ് ഷാൾ ബി യൂസ്ഡ് ഡയറക്ട്ലി ഓൺ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് എക്സെപ്റ്റ് ഡാഷ് രജിസ്റ്റേർഡ് ആൻഡ് അപ്രൂവ്ഡ് അണ്ടർ ദ ഇൻസെക്ടിസൈഡ്സ് ആക്ട് 1968. രണ്ടാമത്തെ ചോദ്യം, ഡാഷ് മീൻസ് an article of food for which standards have not been specified but is not unsafe. മൂന്നാമത്തേത്, give the section which deals with packaging and labeling of foods. നാലാമത്തെ ചോദ്യം, give the section which deals with restrictions of advertisement and prohibition as to unfair trade practices. Mention your answers in comment section. നന്നായി പ്രിപ്പയർ ചെയ്താൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണിത്. സോ സ്റ്റഡി സ്മാർട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.